ഹലോ ഹലോ ആ കണ്ടോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഗൈസ്, ഇത് ഞങ്ങൾ എവിടെ പോവാണ്? ഗോസ്റ്റ് ഹൗസിൽ പോകണം. ഇൻ ഗോസ്റ്റ് ഹൗസ് ഗൈസ്. ഇതാണ് ഞങ്ങൾ ഫൈനലി റിൻസി, റംസി, അശ്വിനി. ഞങ്ങളിപ്പോ ഗോസ്റ്റ് ഹൗസിൽ പോവാണ്. ഈ 2 ഗോസ്റ്റുകളുടെ കൂടെ. ഇത് 1ാമത്തെ ഗോസ്റ്റ്, ഇത് 2ാമത്തെ ഗോസ്റ്റ്. ഞങ്ങൾ 3 സുന്ദരി തരുണി മണികളായ ഞങ്ങൾ ഈ പ്രേതങ്ങളുടെ കൂടെ ഒരു പ്രേതാലയത്തിൽ പോവുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കുത്തിപ്പൊട്ടിക്കുക. അപ്പൊ നമ്മളിപ്പോ പ്രേതാലയം കാണാൻ പോവാണ്. റാസൽ കൈമേലല്ലേടാ? ഷാർജയിലെ പ്രേതാലയം ഒഫീഷ്യൽ വേർഡ് പറ. ഗോസ്റ്റ് ഹൗസിൽ പോവാണ്. ഗോസ്റ്റ് വില്ലേജ്. സമയം ഇപ്പോ സമയം ഇപ്പൊ 2:29. വെളുപ്പംകാലത്തായി. പക്ഷെ 12 മണിക്ക് പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. നാളെ പെരുന്നാളായതുകൊണ്ട് റംസിക്ക് ഷോപ്പിങ്ങിന്. പക്ഷേ 2 മണിയായാലും പ്രേതം ഉറങ്ങത്തില്ലെന്ന് പ്രേതത്തിന് ഇന്ന് ഉറക്കില്ല. നാളെ പെരുന്നാളുള്ളൂ. നാളെ എന്റെ പെരുന്നാൾ. റംസിക്ക് നാളെ പെരുന്നാളാ. അപ്പൊ പെരുന്നാളിന് ഗോസ്റ്റിനെ കണ്ടിങ്ങനെ നിസ്കരിക്കാൻ പോണം. അസർബൈജാനിൽ പോകാൻ വരുമോ? ഞങ്ങൾക്ക് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം ഗൈസ്. ഗോസ്റ്റ് പിടിച്ചിരിക്കും. ഇതിന് ഉത്തരവാദി റിൻസി മാത്രമായിരിക്കും. എന്നെ ഗോസ്റ്റ് പിടിച്ചത് റിൻസി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ചേട്ടനോട് പറ, ഐ ലവ് യു എന്ന് പറ. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ ഇത് മാലാക, അതായത് ഏഞ്ചലിനെ കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് പറഞ്ഞത് ബോധിപ്പിക്കണം എനിക്ക്. ഞങ്ങള് ഇത്രയ്ക്ക് കഷ്ടപ്പാട് രാമാനന്ദി അല്ലത്, രാമാനന്ദി അല്ല. നന്ദി എല്ലാം അറിഞ്ഞു. ഒരു ചേസ് ചെറു വെള്ളം ഒഴിക്കണോ? പൊക്കി പിടിക്കും. റംസി ചിരിക്കല്ലേ? റംസി ചിരിക്കുമ്പോൾ കാപ്പിയും കൂടെ താഴോട്ട് പോവുക. ഫോൺ മാറ്റണേ. എന്റെ ഫോൺ നല്ല കാപ്പി അല്ലേ? എങ്ങനെയുണ്ട് കാപ്പി? സൂപ്പർ ആയിട്ടുണ്ട്. ഉണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. എന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. നമുക്കൊരു സെൽഫി എടുക്കാം. എന്താ ഞങ്ങള് ഭയങ്കര കഷ്ടതയിലാണ്. അപ്പൊ നമ്മളങ്ങനെ ഇവിടെ നോക്കിടി ഓരോ ഇതാണ് നമ്മുടെ ഗോസ്റ്റ് വില്ലേജ്. ഞങ്ങളിപ്പോ ഈ ഗോസ്റ്റ് വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ചുറ്റിനും കുറെ വീടിന്റെ വാർക്ക മാത്രം കാണാം.
മണലാണ് കേട്ടോ. മറ്റേ കോൺക്രീറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിന്റെ അടിയിൽ മൊത്തം മണലാരണ്യം. ഇതിന്റെ അടിയിൽ കുറെ പേര് മരിച്ചു കിടക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഇതിനെ ഗോസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത്. എല്ലാം ഓണർ ഗൈസ് ബൈ. ബാക്കി നിങ്ങൾ കണ്ടറിയും. ആൾക്കാർ ചത്ത് കിടപ്പുണ്ടെന്ന് ഗവൺമെന്റ് വല്ല അറിഞ്ഞുണ്ടല്ലോ. ഞാൻ കട്ട് ചെയ്തോളാം. ഇതിപ്പോ നമ്മളിപ്പോ ഗോസ്റ്റ് വില്ലേജിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, ഇത് അവിടെ രണ്ട് ഗോസ്റ്റുകൾ നിൽക്കുന്നുണ്ട്. ഈ ചെടികളൊക്കെ കണ്ടോ ഗൈസ്, ഇതൊക്കെ വീടിന്റെ മേലെയുള്ള ചെടികളാണ്. ഇതിന്റെ അടിയിൽ വീടാണ്. ഈ ചെടികളൊക്കെ വീടിന്റെ പുറത്ത് കിടക്കുന്ന ചെടികൾ. ഇതിന്റെ അടിയിലൊക്കെ വീടുണ്ട്. പക്ഷേ ഇവിടുത്തെ വീടിന്റെ അടിയിൽ ആൾക്കാർ മരിച്ചു കിടക്കുന്നു എന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. അങ്ങനെയാണ് ഇവിടെ ഗോസ്റ്റ് വില്ലേജ് എന്ന് പേര് വന്നത്. നമ്മൾ ചുറ്റും മരിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് മെച്ചേട്ടോ എല്ലാവരും ഓർത്ത് ചെരുപ്പിന് നിറച്ചും പൂഴിയെടുക്കും. ഞങ്ങൾ 4 പേരായിട്ടാണ് വന്നത്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഫുള്ള് നിഗൂഢ അവസ്ഥയായിരുന്നു. ഇവിടെ ആൾക്കാരെ രാത്രിയിൽ കയറ്റുന്നില്ല ഗൈസ്. ഇവിടെ CIDs നടക്കുന്നുണ്ട്. ഇതിലെ കയറി വന്നാൽ ഭയങ്കര ഡേഞ്ചറാണെന്നാണ് അവർ പറയാറ്. അപ്പോൾ കുറച്ച് വെട്ടം വന്നാലേ ആൾക്കാരെ കയറ്റിവിടത്തുള്ളൂ. അങ്ങോട്ട് നോക്കുക ഗൈസ്, മലകൾ. ഗൈസ് ഞങ്ങളങ്ങനെ ഈ ഗോസ്റ്റ് വില്ലേജിൻ്റെ കൂടെ ഞാൻ നടക്കുവാണ്. കണ്ടോ, ഇവിടുത്തെ സൗണ്ട് കേട്ടതാണ് ഫുൾ ചീവീടും അതുപോലത്തുള്ള സൗണ്ടുകളൊക്കെ കേൾക്കുക. ഈ മണൽ കിടക്കണ അടിയിലൊക്കെ ഗൈസ് ഇതുപോലത്തെ വീടുകളുണ്ട്. ഇതുപോലത്തെ ഒരു വില്ലേജ് ആയിരുന്നു ഇത്. അവിടെയാണ് ഇങ്ങനെ ആയത്. ആ നിൽക്കുന്നത് മനുഷ്യനാണോടാ? അത് അല്ലേ? ഇത് കണ്ടോ ഗൈസ്, ആൾക്കാർ നടന്നതാണോ? ഇതെന്താ കുഴിയാനുണ്ട് ഇവിടെ? ആൾക്കാർ പോയതാ. കുഴിയാനല്ല. ഇത് കണ്ടോ ഗൈസ്, ഈ ചെറുത്ത് ഇത് കണ്ടോ ഗൈസ്, എന്തോ മൃഗം ഇതിലെ കൂടെ നടന്നു. ഇത് വലിയൊരു മരുഭൂമിയാണ്. അയ്യോ, ചാർജ് തീർന്നു. ഇത് വലിയൊരു മരുഭൂമിയാണ്. ഞാനില്ല കേട്ടോ അങ്ങോട്ട്. എല്ലാവരും അവരവരുടെ മതത്തിലുള്ള വിശ്വാസം ഉള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടാണ് പോകാൻ. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ സമയം ഇപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ 4:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബട്ട് എന്താ വെളിച്ചം. ഇത് കണ്ടു ഗൈസ്, ഇത് വീടിൻ്റെ ഫ്രണ്ട് ഡോറാണ്. മണൽ കയറി കിടക്കുക. ഇത് കുഴിച്ചിട്ട മണലാണോ അത് കാറ്റ് വന്ന് കയറിയ മണലാണോ എന്ന് അറിയത്തില്ല. ഇതാണ്ടോ ഗൈസ്, എടാ അകത്ത് കയറില്ലടാ. എടാ അകത്ത് കയറണ്ട. പേടിപ്പിക്കില്ല. വരുന്നു ഗൈസ്, ബാക്കിയുള്ള ആൾക്കാർ എന്റെ പുറകെ എന്താ ഗൈസ് വരുന്നുണ്ട് അവര്. നമ്മളിപ്പോൾ ഉള്ളത് ഗോസ്റ്റ് വില്ലേജിലാണ്. ദുബായിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് പ്ലേസിൽ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഗോസ്റ്റ് വില്ലേജ്. ഇന്നത്തെ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഗൈസ്. അതായത് ഇന്ന് 16 16-ാം തീയതി തുടങ്ങി. അതായത് 15 രാത്രി തൊട്ട് 16-ാം തീയതി വെളുപ്പിന് വരെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഇവിടെ വരാനുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു ഗൈസ്. ഇത് കണ്ടോ, ഇവിടെ ഒരു പള്ളിയുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇവിടുത്തെ സൗണ്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് കേട്ടാൽ മനസ്സിലാവും. മൊത്തം ചീവീടിൻ്റെ സൗണ്ടാണ് ഗൈസ്. എടാ പയ്യപ്പോഴോ
സോറി, ഞാൻ ഇതാണ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിനകത്ത് ഫുള്ള് മണ്ണ് കയറി നടന്ന് കിടക്കുന്നുണ്ടോ? കണ്ടോ? അയ്യോ അയ്യോ ഏതടി. അയ്യോ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഫുള്ള്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇനി വന്നേ ഇവിടെ ആരും എഴുതി വെച്ചേക്കുന്നത് കുണ്ടനബിന്ന്. ഞങ്ങൾ ലൈറ്റ് അടിക്കാൻ വെച്ചാൽ ഇതിപ്പോ 4 മണിയായോണ്ട് നിങ്ങൾക്ക് കണ്ടോ കുണ്ടനബി. നമ്മുടെ ചോദ്യം ഇതാണ്, തെണ്ടി തരാണ് മൊത്തം എഴുതി വെച്ചേക്കുന്നത്. കണ്ടോ, നമ്മള് രാത്രി ഇതിപ്പോ 4 ഇതിപ്പോ 4:30 ഒക്കെ ആയതുള്ളൂ. അതാ ഞാനിങ്ങനെ ലൈറ്റ് അടിച്ച് കാണിച്ചു തരുന്നുണ്ടോ? ഹലോ ഹലോ ആ കണ്ടോ? പേടിപ്പിച്ച അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെയൊക്കെ മലയാളികളാ. ഭിത്തിയിൽ എഴുതി വെച്ച കുണ്ട് നബി അതിനകത്തിൽ കണ്ട പാമ്പ് പോകുന്ന പാടില്ലേ? അപ്പം നമ്മൾ കണ്ടത് അതായിരുന്നു. ഇത് നമ്മുടെ ഈ വില്ലേജ് ആണ്. ഇത് നമ്മൾ ഇത് ഗോസ്റ്റ് വില്ലേജ്. അത് ഈ കാണുന്നതാണ് നമ്മുടെ ഗോസ്റ്റ് വില്ലേജ്. നമ്മളിപ്പോൾ ഗോസ്റ്റ് വില്ലേജിനകത്താണ്. നമ്മളിത് എവിടെ നിന്നാണ് വന്നത്. ശരിക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഇല്ല ആക്ച്വലി. ഓക്കെ, ആക്ച്വലി ഇവിടെ ഞങ്ങൾ വരുമ്പോൾ തന്നെ ആ ഒരു മൂഡും ആ ഒരു സൗണ്ട്സും ഒക്കെ ഭയങ്കര ഒരു നമുക്ക് പേടിക്കാൻ പറ്റുന്ന ഒരു എഴുതായിരുന്നു.